അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറക്കൽ രാജാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന രംഗവും അതിന് മുമ്പായി നമ്മൾ നോക്കിയത് അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സംഘത്തെയും ഒരു ചോദ്യാക്ഷരങ്ങൾക്ക് മുമ്പിൽ നിർത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹിറക്കൽ രാജാവ് പഠന വിധേയമാക്കുന്നതുമാണ്. ഹിറക്കൽ എന്നതിന് നമ്മൾ ഗൂഗിൾ നോക്കുമ്പോൾ കാണുന്ന ഹെർക്കുലീസ് എന്നാണ്. ഹെർക്കുലീസ് സൈക്കിളില്ലേ, അത് പഴയ കാലത്തൊരു വലിയ രാജാവ് നിലയ്ക്ക് ആ പേര് പിന്നെ മഷ്ഹൂറായി. ഈ ഹദീസുമായി ബന്ധപ്പെട്ട് വരുന്ന അഹ്കാമാണ് ഇസ്തിംബാത്തുൽ അഹ്കാം, 158 പേജ്. അപ്പോൾ ഇതിൽ ഹുക്കുമുകൾ പറയുമ്പോൾ ഈ ഹദീസിനെ അധികരിച്ചുള്ള ഹുക്കുമുകളെ പറയുക. അപ്പോൾ ഒരു മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം അതിനെ ആയിക്കൊള്ളുന്നില്ല, മനസ്സിലായില്ല. പക്ഷേ ഈ ഹദീസിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അലീമുർ റൂം എന്ന പ്രയോഗം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നുണ്ട്. അന്ന് റോം അധികാരിയിലേക്ക് ആരെത്തുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ അടിമയായ റസൂലായ മുഹമ്മദ് എന്നവരെ എഴുതുന്ന കത്ത് എന്ന് പറയുന്നത് ആരിലേക്ക്? ഹിറക്കലിലേക്ക് എന്നല്ല പറയുന്നത്, എന്ന് പറഞ്ഞാൽ അലീമുർ റൂം. അപ്പം നമ്മുടെ ആദർശാനുഷ്ഠാനം അനുസരിച്ചുള്ള ആളല്ലെങ്കിൽ പോലും ഒരു സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ അവർ നമ്മൾ പറയണ കേൾക്കാനെങ്കിലും തയ്യാറാവും. അവൻ്റെ അധികാര പ്രമത്തതയിൽ ഇരിക്കുമല്ലേ. അപ്പോൾ നമ്മളൊരു വില കുറച്ചുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ മാതിരി അത് കാണുമ്പോൾ തന്നെ വളരെ പിന്നെ എന്നെ അവൻ അങ്ങനെ പറയാൻ ആരാ എന്നുള്ള ചിന്തയാണ് അത്തരത്തിലുള്ള എഴുത്തുകുത്തുകൾക്കും ഫോൺ വിളികൾക്കും. ഇപ്പോൾ മൊബൈൽ വിളിയാലോ, ഒരാളെ തന്നെ നമ്മുടെ സമപ്രായക്കാരനാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, ഒരു ബഹുമാന്യമായ അഭിസംബോധന നടത്തുക. എടാ പോടാം ചുമ്മാ തിരിച്ച് തീരെ അറിയാത്ത ആൾക്കാർ ചിലപ്പോൾ ചില ഫോണൊക്കെ കയറി വരുമ്പോൾ എടാ നീ ഇടാന്ന് ചോദിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരാൾ വിളിക്കുമ്പോൾ ആരടാന്ന് ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് ചോദിച്ചതായിരിക്കും ആരടാന്ന്. അറിയില്ല, ആരെ വിളിച്ചതെന്ന് അറിയില്ല, ആരും വിളിക്കാലോ. ഫോണിൽ കോൾ ആരുടെയും കയറി വരാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് വിളിക്കുക ആരടാ എന്നറിയാം, ആരടാ, മനസ്സിലായി. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. നമ്മുടെ മറുതലയ്ക്കൽ ആരും ആവും, മനസ്സിലായില്ലേ. അപ്പോൾ ആർക്കും സംഗതമാകുന്ന വാക്കുകളെ കൊണ്ട് നമ്മൾ അഭിസംബോധന ചെയ്യണം. തിരിഞ്ഞോ? അപ്പോൾ ഇതിപ്പോൾ ഇനി പോയിന്നത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? അതില്ല. ഓരോ ക്ലാസ്സുകളിൽ നിന്നും ഓരോ വിഷയങ്ങൾ പറഞ്ഞുതരാം, അത് നിങ്ങളുടെ ജീവിതത്തെ അനുവർത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ, നമ്മൾ വിജയധീരമാണ്. മനസ്സിലായോ? ഇപ്പോൾ ഒരാൾ ഒരു സമ്പന്നനായ ഒരാളെ കാണാൻ വേണ്ടി പോയി. സമ്പന്നൻ മാത്രമല്ല, വലിയ ധർമ്മിഷ്ഠനുമാണ് അദ്ദേഹം, മനസ്സിലായില്ലേ. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോകുമ്പോൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തെയാണ് ഞാൻ കാണാൻ പോകുന്നത് ആ ഒരു മനസ്ഥിതി അത് ചെല്ലുമ്പോൾ മുതലൊക്കെ ഉണ്ടാവണം. വലിസാദ് കോളേജിൻ്റെ കളക്ഷനായിട്ട് സൗദി അറേബ്യ പോകുമ്പോൾ 20ാമത്തെ 23ാമത്തെ 24ാമത്തെ പ്രാവശ്യം കാണുന്ന അറബിയായിരിക്കും. വളരെ രസകരമായ വർത്തമാനം പറയുന്ന ആളായിരിക്കും അദ്ദേഹം. പക്ഷേ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ഓഫീസിലേക്ക് കയറിച്ചില്ല ഫസ്റ്റ് ടൈം അദ്ദേഹത്തെ കാണുന്നത്. ഫസ്റ്റ് ടൈം അദ്ദേഹത്തെ കാണുമ്പോൾ എത്ര ഭവ്യതയോടെയും എത്ര രസകരമായി, എത്ര വളരെ ഒരു മനസ്സിലായില്ല, ഒരാളെ നമ്മൾ ആദ്യമായി കാണുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ബഹുമാനം തികച്ചും കൊടുത്തുള്ള സ്വാതന്ത്ര്യം വരുന്നത്. പിന്നെ അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെ പെരുമാറി വരുന്നു എന്നനുസരിച്ച് അങ്ങോട്ട് വരുന്നു. പിന്നെ അവിടെ രസകരമായ വാക്കുകളും വർത്താനവും പലതും പറയും, മനസ്സിലായോ. വലിയൊരു കോച്ചിങ്ങാണത്. ഞാനീ പറഞ്ഞ മറ്റേ സംഭവം ഉണ്ടല്ലോ, ഈ ധർമ്മിഷ്ഠൻ കാണാൻ നിന്നയാൾ, ഇദ്ദേഹത്തെ ഇവരെ കാണാൻ വേണ്ടി ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ ഈ കാണാൻ നിൽക്കുന്നയാൾ മൊബൈലിനെ കളിച്ചിട്ടിരിക്കുകയാണ്. അതോടുകൂടി ആ വന്ന കാര്യം എന്തായി, കട്ടായി പോയി. മനസ്സിലാവേണ്ട പറയണേ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു. അപ്പോൾ കളക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ പല സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പലരും സമീപിക്കുന്നതായിട്ട് വരും. അതൊരു സാമൂഹിക പ്രവർത്തനമാണ്. എന്നാൽ നമുക്ക് വേണ്ടി കളക്ഷൻ നടത്തുന്നതാണ് തെറ്റെന്ന് വെച്ചാൽ അതൊരു വിലക്കുറവ്, മനസ്സിലായില്ലേ. മറ്റ് സാമൂഹിക പ്രവർത്തനമാണ്, വേറെ അർത്ഥത്തിൽ പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനവുമാണ്. മറ്റുള്ളവർക്ക് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് ആവതില്ല എന്നത് ആൾക്ക് വേണ്ടി നമ്മൾ സഹായിക്കണം പറയേണ്ടത്. പറയാൻ നമുക്ക് വേണമല്ലോ, മനസ്സിലായില്ലേ. അപ്പോൾ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അതിൻ്റെതായ ആറ്റിറ്റ്യൂഡ്
അതിൻ്റെതായ ഒരു രീതി, ബോഡി ലാംഗ്വേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലാണോ പറഞ്ഞത്? അപ്പോൾ ഇവിടെ ഉണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ വലിയ നേതാവാണ്. എന്നിട്ടും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹെർക്കുലിസിനെ വിളിച്ചപ്പോൾ എന്ത് ചെയ്തു? റോം ഭരണാധികാരിയിലേക്ക് കത്താണ് ആ നിലയ്ക്ക് അഭിസംബോധന ചെയ്തു കേട്ടോ. അപ്പോൾ അതിൽ ആ ഒരു അധ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തുന്നുണ്ട്. ഫിഹി തസ്ദീറുൽ കിതാബ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ രേഖ കത്ത് ആരംഭിച്ചത് എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ കത്ത് ആരംഭിക്കുന്നത് സുന്നത്താണ്. അസാലിസു ഫിഹി അത്തവഖി ഫിൽ മുഖാതബത്തി വസ്തിമാലി അദ്മിൽ ഇഫ്റാത്ത്. എഴുത്ത് കുത്തുകൾ എന്ത് ചെയ്യുക? ആവശ്യമായത് എഴുതുക. ഒരർത്ഥത്തിൽ പറഞ്ഞ അത്യാവശ്യമുള്ളത് എഴുതുക. ഇങ്ങനെ വരിച്ചു വാല എഴുതിയിട്ട് ചില കൊച്ചാപ്പാൻ്റെ മോൻ്റെ മോക്ക് സുഖ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചാൽ അത് ഒരാളാണ് സുഖ എഴുതി. അപ്പം എന്ത് ചെയ്യുക? എഴുത്തിൽ എന്ത് ചെയ്യുക? പറഞ്ഞില്ലേ, ഇസ്മി ഇന്നയാളെ എഴുതുന്നു, ഇന്നയാളിലേക്ക് എഴുതുന്നു, അമ്മാബാദ് അങ്ങ് മുസ്ലിമാകും. പക്ഷെ ഇതേക്ക് വന്നു, മനസ്സിലായില്ലേ? അതിനുശേഷം അതിൻ്റെ പിന്നെ എന്ത് ചെയ്തു? പ്രോമിസും പറഞ്ഞു. എന്താണ്? ലക്കം അജർ മറത്തായി. മുസ്ലിമായാൽ നിങ്ങൾക്ക് എന്താണ് പ്രതിഫലം? എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട് എന്നുള്ള പ്രോമിസും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എഴുത്തിൽ എന്ത് ചെയ്യുക? ഒരു മധ്യനില സ്വീകരിക്കും കേട്ടോ. അറാബിയു ഫി ദലീലുൻ ലിമൻ ഖാല ബി ജവാസിൽ മുആമലത്തിൽ കുഫാരി ബി ദറാഹിമിൽ മങ്കൂഷത്തി ഫിഹ ഇസ്മു തആല ലിൽറൂറത്തി. നമ്മൾ നാണയങ്ങൾ ക്രയവിക്രയം ചെയ്യില്ലേ, ബിസിനസ് ആവശ്യങ്ങൾക്കും കച്ചവടത്തിനും സാധനം വാങ്ങാനൊക്കെ. ഇപ്പോൾ ഇന്ത്യ പോലത്തെ നാടുകളിൽ നിന്നാണ് നാണയത്തിൻ്റെ മുകളിൽ എന്തില്ല, അങ്ങനെയുള്ളൊന്നുമില്ല, അശോകചക്രം അങ്ങനെയുള്ള സംഭവങ്ങളുള്ളൂ. പക്ഷേ ഗൾഫ് പോലത്തെ രാജ്യങ്ങളിൽ നിന്നുണ്ടാവും, ചിലപ്പോൾ ആയത്തുകളുണ്ടാവും, ചിലപ്പോൾ അള്ളാഹുവിൻ്റെ പേരുണ്ടാവാം, ചിലപ്പോൾ അള്ളാഹുവിന് വേറെ വലിയ ഇസ്മുകളുണ്ടാവാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല ആദരിക്കപ്പെടേണ്ട വാക്യങ്ങളുണ്ടാവാം. അപ്പോൾ അത്തരം നാണയങ്ങൾ ഉപയോഗിച്ച് മറ്റ് സമുദായങ്ങളുമായിട്ട് ക്രയവിക്രയം പറ്റുമോ? പറ്റുമെന്ന് പറഞ്ഞ ഉലമാക്കളില്ല. അവർക്കുള്ള തെളിവാണെന്ത്? ഹദീസ്. കാരണം മുസ്ലിം അല്ലാത്ത ഹെറക്കൽ രാജാവിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിൽ പറയുന്നുണ്ട്, യാ അഹ്ലൽ കിതാബ്. ആ ആയത്തടക്കുമ്പോൾ കത്ത് എഴുതി അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. അപ്പം നിർബന്ധിത സാഹചര്യമാണ്. എന്താണ് ഈ കൊടുക്കലും വാങ്ങെല്ലാം മനുഷ്യൻ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആ സാഹചര്യം അത് കൊടുക്കാതെ ഞാനത് മുസ്ലിം മാത്രം കൊടുക്കുമെന്ന് പറഞ്ഞാൽ പെട്ടു. അപ്പം എന്ത് ചെയ്യുക? അത് പറ്റും എന്നതിന് തെളിവാണ് ഇവിടെ കേട്ടോ. അൽ ഖാമിസു ഫീ അൽ വുജൂബു ബി അമലി ഖബറിൽ വായിദ്. ഖബർ വായതുകൊണ്ട് അമൽ ചെയ്യൽ എന്താണ്? ജായിസാണ് കേട്ടോ. അങ്ങനെ ഒരാളെ കത്ത് കൊടുക്കണേ, രാജാവിനടുത്തേക്ക് കത്ത് കൊടുക്കുന്ന ഒരാളാണ്. ആ കത്തനുസരിച്ച് അദ്ദേഹം അമൽ ചെയ്ത് ആരാവണം? മുസ്ലിമാവണം. അല്ലേ? അപ്പോൾ ഒരാൾ ചിലപ്പോൾ പോസ്റ്റ്മാനക്കാരൻ ഒരാളല്ല, 10 രൂപ ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ ഖബർ വായതുകൊണ്ട് അമൽ ചെയ്യൽ എന്താണ്? അത് നിർബന്ധമാണ് അതിൻ്റെതായ ഘട്ടങ്ങളിൽ കേട്ടോ. പിന്നെ ഫീ ഹുജ്ജത്തുൻ ലിമൻ സ്വനഅ അൻ യബ്തദിൽ കാഫിറ ബിസ്സലാമി കേട്ടോ. ചിലരെന്താണ് കാഫിർ അമുസ്ലിമായ ആളുകളോട് എന്ത് ചെയ്യാൻ പറ്റുമോ? സലാം പറയാൻ പറ്റും. സലാമുൻ അലാ മനിത്തബഅൽ ഹുദാ. സലാം പറയണ്ട്. അപ്പോൾ സലാം കൊണ്ട് തുടങ്ങാം എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. അവർക്കുള്ള തെളിവും കൂടിയാണ് ഹദീസ്. മദ്ഹബ് ഷാഫിഈ. ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ മദ്ഹബ് അതാണ്. അക്സരിൽ ഉലമായി, ഉലമാക്കൾ അധിക പേരുടെയും അമൽ എന്താണ്? മദ്ഹബ് അതാണ്. ഉണ്ടാ അപ്പോൾ അജാസഹു ജമാഅത്തുൻ മുത്തലക്കൻ. ഒരു സംഘം ആൾക്കാരെന്താണ് നിരുപാധികം ഇതിനെ ജായിസാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ? തുടക്കം കുറിക്കുക, സലാം പറയുക, സലാം മടക്കുക, സലാം അങ്ങോട്ട് പറയുക. അത് മുത്തലക്കൻ. അതാ എന്ത് ചെയ്യുക? ആരോടും അത് പറ്റും. അത് മുത്തലക്കായ നിലയിൽ എന്താണ് പറയാമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഓ ജമാഅത്തുൽ ഇസ്തിലാഫി അവിൽ ഹാജത്തി. ഒരു സംഘം ഉലമാക്കൾ പറഞ്ഞ എന്താ? അവർക്ക് നമ്മളോടൊരു ഇണക്കവും നമ്മുടെ ആവശ്യത്തിൻ്റെ കദറനുസരിച്ച് എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്യാം. മുത്തലക്കല്ല, അവർക്ക് നമ്മളോടൊരു ഇണക്കവും മറ്റോ വരുന്നതിനെന്താണ് അങ്ങനെ പറയലെന്താണ് അവിടെ വേണ്ടതാണ് എന്ന ഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പറയാം. അതല്ല അവർ നമ്മുടെ ശത്രുവാണ്, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കൊന്നുമില്ല, ഇനി അത് യൂസ് ചെയ്യേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് ഈ സംഘത്തിനുള്ളത്. അത് ജാൻഹുഅന്നഹിയുബിൽ ഹാദിസ് സഹിയത്തി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹിയ ഹദീസുകളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ലാ തബ്ദഉൽ യഹൂദ വന്നസാറ ബിസ്സലാം. യഹൂദി സമൂഹത്തോടും നസാറ സമൂഹത്തോടും നിങ്ങൾ സലാം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല, സ്റ്റാർട്ട് ചെയ്യേണ്ടതില്ല.
എന്നതിൻ്റെ ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഇതിലെ അസാദുസ് ആറാമത് അമ്മാം ഭാഗം ഉപയോഗിക്കുന്നു. വിസ്മയൊക്കെ പറഞ്ഞതിന് എന്ത് അമ്മാം ഭാഗം പ്രാരംഭ മുറകൾക്ക് ശേഷം ഹദീസിൻ്റെ ഈ കത്തിലെന്ന് പറയുന്നത്. അങ്ങനെ പറയൽ കത്തിലും മറ്റും അങ്ങനെ പ്രയോഗിക്കൽ എന്താണ് സുന്നത്താണ്. മനസ്സിലായില്ലേ? അമ്മാബാദ് കിതാബുകളല്ലേ പത്തൊമ്പതിലൊക്കെ ഉണ്ടല്ലോ അമ്മാബാദ് അല്ലേ? ആ അമ്മാബാദ് വെച്ച് സുന്നത്താണ് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബുൽ ഈമാൻ, ഈമാനെ പറ്റി പറയുന്ന കിതാബാണ് കേട്ടോ. ഹാദാ കിതാബുൽ ഈമാനി, ഇത് ഈമാനെ സംബന്ധിക്കുന്ന കിതാബാണ്, ചാപ്റ്ററാണ്. ബാബു ഈമാനി, ഈമാനെ സംബന്ധിക്കുന്ന പാഠമാണ്. അപ്പോൾ ആദ്യം കിതാബ് പറയുമ്പോൾ താഴെ കുറേ ബാബുകൾ കേട്ടോ. കൗലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു കൗലുമാണ്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാമിനെ എടുത്തുണ്ടാക്കപ്പെട്ടു അലാ ഖംസിൻ, എന്ത് കാര്യങ്ങളുടെ മേലെ? 5 കാര്യങ്ങളുടെ മേലെ ഇസ്ലാമിന് എന്ത് ചെയ്തു? എടുത്തുണ്ടാക്കപ്പെട്ടു എന്ന കൗലുമാണ്. അപ്പോൾ ബാബ് എന്ന നിലയ്ക്ക് അത്തപ്പായിട്ട് കൗലു എന്നെന്ത് ചെയ്യാം? മർഫുവായിട്ട് പറയാം. ഈമാൻ എന്ന നിലയ്ക്ക് അത്തപ്പായിട്ട് എന്ത് ചെയ്യാം? കൗലി എന്നെന്ത് ചെയ്യാം? ജറായിട്ടും പറയാം. 2 രീതിയിലും ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ഇസ്ലാമിനെ നിർമ്മിക്കപ്പെട്ടു, ഒരു നിർമ്മാണം നടത്തപ്പെട്ട ഒരു വീട് പോലത്തെ ബിൽഡിംഗ് പോലത്തെ സാധനത്തിന് മുന്നേ പറയാം. അതേ പ്രയോഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ കുറിച്ച് പറയാം. ഇസ്ലാമിനെ നിർമ്മിക്കപ്പെട്ടു അലാ ഖംസിൻ, എന്താണ്? 5 കാര്യങ്ങൾ. അപ്പോൾ ഒരു വീടെന്ന് പറയുമ്പോൾ ആ വീടിന് ഭിത്തി മാത്രമായ വീടാവില്ല, വാതിൽ മാത്രം വച്ചാൽ എന്താവില്ല? വീടാവില്ല. ശരിയല്ലേ പറഞ്ഞേ? ഈ മുറികളും എല്ലാ സംഭവവും ഉണ്ടായിരുന്നില്ല. കിച്ചൺ സൗകര്യം വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? നോ. മനസ്സിലായില്ലേ? ഞാൻ വീട്ടിൽ ബാത്റൂംസ് ഇല്ല, നോ ബാത്റൂം, ബുദ്ധിമുട്ടാവും. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് എല്ലാം കൂടെ സമന്വയിക്കുമ്പോഴാണ് അതെന്താവുള്ളൂ? ഒരു ആവശ്യത്തിന് ഉതകുന്ന വീടാവുള്ളൂ. എന്നുപോലെ ഇസ്ലാം എന്ന മഹനീയമായ പ്രസ്ഥാനത്തെ എന്താണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? അലാ ഖംസിൻ, 5 കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇവിടെ അൽ കലാമു ഫിൽ ഈമാനി അലാ അൻവ, അപ്പോൾ ഈമാനെ സംബന്ധിച്ചാണ് കിതാബ്. അപ്പോൾ ഈമാനെ സംബന്ധിച്ച് എന്താണ്? പല നൗകളിലുള്ള ചർച്ച വരുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ചർച്ചയാണ് സഹീഹ് ബുഖാരി. ബക്കറ്റ് സ്വാലിയാത്തിലൊക്കെ മിക്കവാറും പരീക്ഷകൾക്ക് തന്നെ 99% എന്ത് ചെയ്യും? ഈമാനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം ഈമാനെ സംബന്ധിച്ച് അതിനെ അധികരിച്ച് നമുക്ക് വേണം ഒരു ന്യായമായ നിലയിൽ എന്താണ് നമുക്കത് മനസ്സിലായി എന്ന് നോക്കുന്ന പകരത്തിന് അദ്ദേഹത്തിന് മനസ്സിലാവുന്ന നിലയ്ക്ക് നമ്മൾ അതെഴുതി ഉറപ്പിടിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ ഈമാനെ സംബന്ധിച്ചുള്ള വിഷയമാണിത്, പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത്. ശരിക്കും ബൈഹാർട്ട് ചെയ്യും കേട്ടോ. അൽ കലാമു ഫിൽ ഈമാനി അല അൻവാ, ഈമാനെ സംബന്ധിച്ച സംസാരം അത് പല നവുകളിലുണ്ട്, പല ഐറ്റങ്ങളിലുണ്ട്. അല്ലവൽ ഒന്നാമത്തെ ഫി മാനാവുൽ ലുഗവിയ്യ്, ലുഗവിയ്യായ ഭാഷാപരമായ ഈമാൻ്റെ അർത്ഥം എന്താണ്? ആമന യൂമിനു, മനസ്സിലായില്ലേ? അതാണ് ഈമാൻ. അപ്പോൾ അതിന് ലുഗവിയ്യായ മാന എന്താ? കാല സമഖ്ശരി, സമഖ്ശരി റഹ്മത്തുള്ളാഹി തആല, അറബ് ലോകത്തെ മുടിചൂടാമന്നനായ ഒരു അറബ് ലുഗവി പണ്ഡിതനാണ് ആര്? മുസന്നിഫ് തഖ്വീമുൽ ലിസാനി മുലഖ്ഖമുൻ സമാഉ സമഖ്ശരി അല്ലേ? തഖ്വീമുൽ ലിസാൻ അവസാനം പറയല്ലേ? തഖ്വീമുൽ ലിസാൻ എന്ന ഗ്രന്ഥത്തിൻ്റെ മുസന്നിഫാരാണ്? സമഖ്ശരി കേട്ടോ. അദ്ദേഹം പറയാണ് അൽ ഈമാനു ഇഫ്ആൽ, അത് ഇഫ്ആൽ വസനാണ്. ആമന യൂമിൻ എന്നതിൻ്റെ ഇഫ്ആൽ വസനാണ്, മസ്തറാണ്. പിന്നെ അമ്നി, അതിൻ്റെ മുജറദ് എടുക്കുമ്പോൾ എന്താണ്? അമ്ന്, മുജറദിനെ സ്റ്റാർട്ടിങ്, ഇതിൻ്റെ മസീദാണ്. അപ്പോൾ മുജറദ് എടുക്കുമ്പോൾ അമ്നിൽ നിന്ന് വരുന്ന ഇഫ്ആൽ വസനാണെന്ത്? ഈമാൻ. ഇഫ്ആൽ പറയപ്പെടും ആമൻ തുഹു എന്ന് പറയും. ആമൻ അവന് ഞാൻ വിശ്വസിച്ചു. ആമൻ തുഹു വൈരി, ആമൻ തുഹു വൈരി എന്ന് പറയും. മറ്റൊരാൾക്ക് അവനെ ഞാൻ എന്ത് ചെയ്തു? വിശ്വാസത്തിലാക്കി കൊടുത്തു. ഞാനല്ലാത്ത മറ്റൊരാൾക്ക് അങ്ങനെ പറയും. സുമ്മയുക്കാലു ആമിൻ ഹു കേട്ടോ, പറയപ്പെടും ആമിൻ, അവനെ നീ വിശ്വസിപ്പിക്കും എന്ന നിലയ്ക്കും എന്താണ് മുത്താദിയാക്കി പറയും. അപ്പോൾ ഹഖീഖത്തുഹു ആമനഹു തക്ദീബ വൽ മുഖാലഫത്ത് എന്നർത്ഥം. എൻ്റെ ഹഖീഖിയ അർത്ഥം എന്താ? അവനെ നീ വിശ്വാസത്തിലെടുക്കും. ആ തക്ദീബ, അവൻ കള്ളം പറഞ്ഞുണ്ടാക്കി തരും എന്നതിനെ എന്ത് ചെയ്തു? അവൻ ചെയ്യില്ല. മനസ്സിലായല്ലോ? വൽ മുഖാലഫത്ത് എന്താണ്? നിനക്ക് എതിര്, എന്നോട് തമ്മിലടിക്കുക.
ആ വിഷയത്തിൽ അതിൽ നീ അവനെന്ത് ചെയ്യുക, വിശ്വാസം എടുക്കുക എന്നാണ് ഈ പറഞ്ഞ പ്രയോഗത്തിൻ്റെ ഹക്കീക്കത്താവും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിന് ലഘുബി. അവസാനം രണ്ടാമത്തെ ഫി മാനാഹു ബേത്തിവാരി ഉർഫി ഷറ, ഷറയിൻ്റെ ഉറുഫ് അനുസരിച്ച് അതിൻ്റെ മാനിയാവും. അത് അൽ ഈമാൻ എന്നതിൽ അൽ മാന ഷറഈ, മതപരമായ ഈമാൻ എന്നതിൻ്റെ മാന എന്നാണ് പറയുന്നത് കേട്ടോ. ഫഖദ് ഇഖ്തലഫ അഹ്ലുൽ ഖിബ്ലത്തി, കിബിലയുടെ അഹലുകാരെതിരായി ഈ മുസമ്മൽ ഈമാനി, ഈമാന്റെ മുസമ്മ പറയുന്ന വിഷയത്തിൽ ഈ ഉർഫി ഷറഈ, ഷറയിൻ്റെ ഉറുഫ് അനുസരിച്ച് ഈമാൻ എന്ന് പേരുകൊണ്ട് പേര് വയ്ക്കപ്പെട്ട വസ്തു ആണ് മുസമ്മ. ഈമാൻ എന്ന പേരുകൊണ്ട്, നമ്മളിപ്പോൾ ഒരാൾക്ക് സുബൈർ എന്ന് പേരുണ്ട്, സുബൈർ എന്ന പേരുകൊണ്ട് പേര് വയ്ക്കപ്പെട്ട വസ്തു ആരാ? അജരീല. ഇതായി എന്നതുപോലെ ഈമാൻ എന്നുകൊണ്ട് പേര് വയ്ക്കപ്പെട്ട വസ്തു ഫി ഉറുഫി ഷറഈ, ഷറയിൻ്റെ ഉറുഫ് അനുസരിച്ച് അതെന്താണെന്ന വിഷയത്തിൽ അഹ്ലുൽ ഖിബ്ല എന്ന് പറഞ്ഞാൽ അതിലാര് വരും? മുസ്ലിമുകളെല്ലാം വരും. എന്നുവെച്ചാൽ മുസ്ലിമായ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽപ്പെട്ട മുസ്ലിമുകൾ വരും, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽ പെടാത്ത മുസ്ലിമുകൾ എന്ത് ചെയ്യും? ആണ് അഹ്ലുൽ ഖിബ്ല എന്ന് പറഞ്ഞത്. കാരണം അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൽപ്പെട്ട നമ്മളതാവുന്ന സുന്നികളൊന്നും ചെയ്താൽ ഖിബ്ലക്ക് വേണ്ടിയില്ല. മനസ്സിലായില്ലേ? ഇപ്പം മുത്തദീങ്ങളെ ആൾക്കാർ എന്ത് ചെയ്യുന്നത്? നിസ്കരിക്കുമ്പോൾ മുന്നിട്ട് നമ്മൾ തന്നെ ഖിബ്ലക്ക് ആണ് അഹ്ലുൽ ഖിബ്ല എന്ന പ്രയോഗം നടത്തിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ താഴത്തിൽ ആരെ കുറ്റി പറയേണ്ടത്? സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിത മഹത്തുക്കളുടെ അഭിപ്രായം പറയുന്നുണ്ട്, അല്ലാത്തവരുടെ അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. അല അർബൈ ഫ്രക്ക്, ഫോർ ഗ്രൂപ്പ്സ്, ഇതാണ് 4 ഗ്രൂപ്പുകളായി 4 ഫിറക്കുകളായി എന്താണ് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഫിർഖത്തുൻ, ഒരു സംഘം. ആലു അവർ പറയുന്നു അൽ ഈമാനു, ഈമാൻ എന്ന് പറഞ്ഞാൽ ഫിഅലുൽ ഖൽബി ഫഖത്ത്, എന്താണ്? കൽബിൻ്റെ പ്രവർത്തനമാണ് ഫഖത്ത്, അത്ര മാത്രം. ഈമാൻ എന്ന് വെച്ചാൽ എന്താണ്? കൽബിൻ്റെ പ്രവർത്തനം, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇതിനെ. അപ്പോൾ ആവുലായി ഇവർ പിന്നെ കദിഖ്തലഫു കൗലൈനി, ഇവർ രണ്ടഭിപ്രായങ്ങൾ വീണ്ടും അഭിപ്രായ വ്യത്യാസം. ഇവർ 4 പേരുടെ വിഭാഗമാണ്, ഇവരെന്നെ ചെയ്തു 2 അഭിപ്രായം. അഹദുമാ, അതിൽ ഒന്നാമത്തേതാവുന്ന മദ്ഹബുൽ മുഹഖ്ഖീൻ, ആ മദ്ഹബിന് അങ്ങനെ ഒരു പേരുണ്ട്. അതിനിപുണരായ പണ്ഡിതരായ ആൾക്കാർ, അവരുടെ മദ്ഹബാണത്. ഇലൈഹി ദഹബൽ അശ്അരി, ഈ അഭിപ്രായത്തിലെ കാര്യം പോയിരിക്കുന്നു അശ്അരി റഹ്മത്തുള്ളാഹി, നമ്മുടെ അഖീദയുടെ ഇമാമായ അൽ അശ്അരി റഹ്മത്തുള്ളാഹി തആല ഇതിലേക്ക് പോയിരിക്കുന്നു. അക്സറുൽ അയിമ്മത്തി, ധാരാളം ഇമാമികളൊന്നാണ് അഭിപ്രായത്തിലേക്ക് എന്ത് ചെയ്യുന്നത് പോയിട്ടുണ്ട്. അൽ ഖാലി അബ്ദുൽ ജബ്ബാർ, അൽ ഖാലി അബ്ദുൽ ജബ്ബാർ മുഅ്തസിലിപ്പെട്ട പണ്ഡിതനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചില അഭിപ്രായങ്ങളിൽ ഇത്തിഫാക്കുകൾ വരും. പക്ഷെ അർത്ഥം നമ്മളോടും സുന്നികളോടും അല്ലാത്തവരോടുമല്ലോ. നമ്മളും ചോറ് വയ്ക്കും, അവരും ചോറ് വയ്ക്കുമല്ലോ. അങ്ങനെ പലയിടത്തും യോജിപ്പുകളുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ്, ഖാലി അബ്ദുൽ ജബ്ബാറിനെ പോലത്തെ വേറെ പല ഇമാമിയങ്ങൾ, ഇമാമെന്ന് പറഞ്ഞാൽ കുറേ ഒരു സംഘത്തിൻ്റെ നേതാവും ഇമാമാവുമല്ലോ. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവർക്കും എന്താണ് ഈ അഭിപ്രായത്തിലേക്ക് പോയിരിക്കുന്നു. അൽ ഉസ്താദ് അബി ഇസ്ഹാഖിൽ ഇസ്ഫറാനി, നമ്മുടെ ഉസ്താദാണ്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ സുന്നിസമാത്തിലൊരു കാര്യപ്പെട്ട ജമ്മു ജവാബിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് പറയാം. അബൂ ഇസ്ഹാഖ് ഇസ്ഫറാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹവും എന്താണ് അഭിപ്രായം ഇതിലേക്ക് പോയിരിക്കുന്നത്. അൽ ഹുസൈൻ ഇബ്നുൽ ഫളൽ, അൽ ഹുസൈൻ ഇബ്നുൽ ഫളൽ എന്നൊരു അഭിപ്രായത്തിലേക്ക് പോയിരിക്കുന്നു. വഗൈരിയും, അല്ലാത്ത വേറെ പല ഇമാമുകളും പല ആൾക്കാരുടെ അഭിപ്രായത്തിലേക്ക് പോയിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ അത്? അന്നഹു മുജറദു തസ്ദീഖി ബിൽ ഖൽബി, ഈമാൻ എന്ന് പറഞ്ഞാൽ കൽബ് കൊണ്ട് വാസ്തവമാക്കൽ മാത്രമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൽബ് കൊണ്ട് വാസ്തവമാക്കൽ മാത്രം. ഐ തസ്ദീഖുർ റസൂലി അലൈഹിസ്സലാം, കൽബ് കൊണ്ട് എന്താ വാസ്തവമാക്കേണ്ടത്? തസ്ദീഖുർ റസൂലി അലൈഹിസ്സലാം, സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം വാസ്തവമാക്കുക. ബി കുല്ലി മാ ഉലിമ മജീഉഹു ബിഹി ബിൽ ദറൂറത്തി, എല്ലാ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വാസ്തവമാക്കുക. അതിനെ ആര് കൊണ്ടുവന്നിരിക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അതുമായിട്ട് വന്നിരിക്കുന്നു, അയക്കപ്പെട്ടിരിക്കുന്നു എന്നറിയപ്പെട്ട എല്ലാ കാര്യങ്ങളും, നോമ്പ്, നിസ്കാരം, ഹജ്ജ്, സലാം പറയൽ, സലാം അടക്കൽ, തഹയ്യത്ത്, തഹജ്ജുദ്, മനസ്സിലായില്ലേ? എന്തൊക്കെ അറിയപ്പെട്ടോ അതുകൊണ്ടെന്നെല്ലാം വാസ്തവം ബിൽ ലറൂറത്തി, ലറൂറത്ത് എന്ന നിലയ്ക്ക്, അനിവാര്യമായിട്ട് നിഷേധിക്കാൻ പറ്റാത്ത നിലയ്ക്ക്. ഇസ്ലാമിൽ 5 വക്ത് നിസ്കാരം ഉണ്ടെന്നുള്ളത് നിഷേധിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ഇസ്ലാമിൽ ഹജ്ജുണ്ട്, നിഷേധിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ ലറൂറത്ത് എന്ന നിലയ്ക്ക് അറിയപ്പെടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം അറിഞ്ഞാൽ ആ മുഅ്മിനാവുള്ളൂ. ഇങ്ങനെ മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മനസ്സിലായില്ലേ?
ലറൂറത്ത് നിലയ്ക്ക് അറിയപ്പെട്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം കൊണ്ടുവന്ന് എന്നറിയപ്പെട്ട കാര്യങ്ങളെ എല്ലാം കൊണ്ടും കൽബ് കൊണ്ട് എന്ത് ചെയ്യുക, വാസ്തവമാക്കുക കേട്ടോ. തസ്ദീഖൻ ജാസിമൻ, ആ പിന്നെ ഇസ്ലാമിലുള്ളതാണ് എന്നല്ല. തസ്ദീഖൻ ജാസിമൻ, ഉറച്ച വിശ്വാസം കേട്ടോ. മുത്തലക്കൻ, നിരുപാധികം, ഒരു കിടകിടപ്പൂടെ വരാൻ പാടില്ല. മനസ്സിലായില്ല? പല ആൾക്കാരുണ്ട് റമളാൻ മാസത്തിൽ 30 നോമ്പ് പിടിക്കുന്ന ആൾക്കാരുണ്ട് മുസ്ലിങ്ങൾ അല്ലേ, അറിയപ്പെട്ട ആൾക്കാർ വരെയുണ്ട്. ഇതെന്തായാലും എന്താവുള്ളൂ സംഗതിയോ കേട്ടോ. തസ്ദീഖൻ ജാസിമൻ, ഉറച്ച വിശ്വാസം. മുത്തലക്കൻ, നിരുപാധികം, ഒരു ഉപാധിയുമില്ലാതെ ഉറച്ച വിശ്വാസം എന്ത് ചെയ്യണം, ഈ കാര്യത്തിൽ ഉണ്ടാവണം. ഇതാണ് പറയപ്പെടുമ്പോൾ പറഞ്ഞ ആ ആളുകളില്ലേ, അവരുടെ എല്ലാം ആ മഹത്തുക്കളുടെ അല്ലാത്തവരുടെ അഭിപ്രായം ഇതാണ്. ഹൈ സവാവും കാനാലി ദലീലിൻ ഔല, ഈ വിശ്വസിക്കൽ എന്താണ്, ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതായാലും സമമാണ്, ഔല അല്ലെങ്കിലും സമമാണ്. അപ്പോൾ ഇത് നിസ്കാരമുണ്ട്, വിശ്വാസമുണ്ട്, നോമ്പുണ്ട്, വിശ്വാസമുണ്ട്, മനസ്സിലായില്ലേ? പക്ഷേ ഇതിന് തെളിവെന്താ, അതൊന്നും എനിക്കറിയാം, അതൊന്നും എനിക്കറിയാൻ പാടില്ല. എനിക്ക് മരപ്പണിയാണ്. ഞാൻ 15 വയസ്സിൻ്റെ വാപ്പാവ് തുടങ്ങിയതേ പണി. അല്ലെങ്കിൽ എനിക്ക് പുഴയിലും മീൻ പിടിക്കലാണ് പരിപാടി. പക്ഷെ ആക്കുന്നുണ്ട് ഉറച്ച വിശ്വാസം, മനസ്സിലായില്ലേ? ഒരു തെളിവ് അദ്ദേഹത്തിന് കയ്യിലില്ല. അദ്ദേഹം മദ്രസയിലെ 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ പോയിട്ടുണ്ടോ, പറ്റും, അദ്ദേഹം നിസ്കരിക്കുന്നുണ്ടോ, പക്ഷേ അതിൽ തെളിവുണ്ട്. പക്ഷെ അദ്ദേഹം ആരാണ് കേട്ടാ, അദ്ദേഹം വിശ്വാസിക്കുക. ആണ് പറഞ്ഞത് സവാവും കാനലി ദലീലും ഔല, ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസമാണ് തസ്ദീഖാവട്ടെ, ചിലപ്പോൾ അങ്ങനെയാവാം, പഠിച്ച ആളാവും അങ്ങനെയാവാം, ഔല അല്ലെങ്കിൽ അതില്ലാതെ ആവട്ടെ. ഇതുണ്ടായാൽ എന്താണ്, അത് ഈമാനാണ് കേട്ടോ. അപ്പോൾ കൗലുഹും മുജറദു തസ്ദീഖി, അപ്പോൾ അവരുടെ അഭിപ്രായമാവുന്നത് മുജറദു തസ്ദീഖി, തനിച്ച വാസ്തവമാക്കൽ എന്നുള്ള ഒരു പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ലോ, അതാണ് ഈമാൻ എന്ന് പറഞ്ഞല്ലോ. ആ അഭിപ്രായം ഇശാറത്തുൻ ഇലാ അന്നഹു, അതൊരു സൂചനയാണ് എന്തിലേക്ക്, നിശ്ചയമായി ഈമാൻ ലാ യുഅ്തബറു ഫീഹി, ആ ഈമാൻ പരിഗണിക്കപ്പെടുന്നില്ല, കൗനുഹു മഖ്റൂനം ബി അമലിൽ ജവാരിഹി, അത് കൈകാലുകൾ, ജവാരിഹം വെച്ച അവയവങ്ങൾ, അവയവങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധിപ്പിക്കപ്പെട്ടതല്ല ഈമാൻ. മനസ്സിലായില്ലേ? ഈമാൻ എന്ന് പറഞ്ഞ ഡെഫിനിഷൻ എന്തുള്ളൂ, തസ്ദീഖും ബിൽ ഖൽബ്. പിന്നെ നമ്മൾ നിസ്കരിക്കണ്ടല്ലോ, മനസ്സിലായില്ലേ? ഹജ്ജിന് വിടുന്ന ഫ്ലൈറ്റിൽ കയറി പോയി ചെയ്യുന്നുണ്ടല്ലോ, അതൊന്നും ഈമാൻ ഡെഫിനിഷനിൽ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. മനസ്സിലാകണ്ടോ? എന്നാൽ ഈമാനായിട്ടത് എതിരാന്നല്ല പറയണം. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എത്രേ ഉള്ളൂ, കൽബുകൊണ്ട് വാസ്തവമാണ്. ഇയാൾ ഓരോ അമലും ചെയ്ത് അയാൾക്ക് 100% വിശ്വാസം അയക്കണ്ടേ, അയാൾക്ക് ഒരു അമലും ചെയ്യാൻ പറ്റില്ല, അയാൾ വെറും താന്തോന്നിയായിട്ട് ജീവിച്ചു കേട്ടോ, അത് മുഅ്മിനാണ്. മനസ്സിലാകണ്ടോ? അയാൾ മുഅ്മിനാണ് കേട്ടോ. അപ്പം ഇശാറത്തുൻ ഇലാ അന്നഹു ലാ യുഅ്തബറു ഫീഹി കൗനുഹു, ഇവിടെ പരിഗണിക്കുന്നില്ല ഈ ഈമാൻ ആവണമെന്നതിന് മഖ്റൂനം ബി അമലിൽ ജവാരിഹി, അത് അമൽ ജവാരിയുമായിട്ട് ബന്ധിപ്പിക്കപ്പെട്ടതാവണമെന്നതിന് ഈ വിഭാഗക്കാരൻ ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. ഈ ഭാഗത്തിൻ്റെ അഭിപ്രായമാണത്. മനസ്സിലായി? വേറെ അഭിപ്രായങ്ങൾ വേറെ വരും. അപ്പോൾ തഖീദ് ബിൽ ലറൂറത്തി ഇഖ്റാജി മാലാ യുലം ബിൽ ലറൂറത്തി, ഇവിടെ ലറൂറത്ത് നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊണ്ടുവന്ന് പ്രത്യേകം പറഞ്ഞു, ലറൂറത്ത് എന്ന് പറഞ്ഞു. ലറൂറത്ത് എന്ന് കൈത് വെച്ചതിന് വേണ്ടിയിട്ടാ ഇഖ്റാജ് മാലാ യുലം, അറിയപ്പെടാത്ത ഒന്നിനെ പുറത്തു കടത്താൻ വേണ്ടിയിട്ടാണ് ബിൽ ലറൂറത്തി. ആ ലറൂറത്ത് നിനക്ക് എന്തില്ല, അറിയില്ല. മനസ്സിലായില്ല? ഒരുപാട് ഈ ലൈബ്രറിയിൽ എന്തോരം കിതാബുകളുണ്ട്, അതിലൊക്കെ പറഞ്ഞ കാര്യങ്ങളില്ല, എല്ലാം അറിഞ്ഞാലേ ഈമാൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പെട്ടുപോകും. മനസ്സിലായില്ലേ? അപ്പോൾ ലറൂറത്ത് നിലയ്ക്ക് അറിയപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒരാൾ ഉറച്ച് വിശ്വസിച്ചാൽ തസ്ദീഖ് ചെയ്താൽ എന്താവും, ആൾ കേട്ടോ എന്നാണ് ഈ ഭാഗത്തിൻ്റെ അഭിപ്രായം. ആണ് ലറൂറത്ത് പ്രത്യേകം പറഞ്ഞു കേട്ടോ. ഇഖ്റാജ് മാലായോലം, അറിയപ്പെടാത്തതിനെ പുറത്തുകളയാൻ വേണ്ടിയാണ് ഇത് ലറൂറത്ത് നിലയ്ക്ക് അറിയപ്പെടാത്ത ഒന്നിനെ പുറത്തുകളയാൻ വേണ്ടിയിട്ട് അന്ന റസൂൽ അലൈഹി സ്വലാം സല്ലല്ലാഹു അലൈഹി വസല്ലം അതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരിക്കുന്നു എന്ന് ലറൂറത്ത് നിലയ്ക്ക് അറിയപ്പെടാത്ത കൽ ഇജ്തിഹാദിയാത്തി, ഇതുപോലെ ഇജ്തിഹാദിയായ വിഷയങ്ങളെ പോലെ ഓരോ ഇമാമിയങ്ങൾ ഇജ്തിഹാദി ഓരോ വിഷയങ്ങൾ പറയില്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലറൂറത്ത് നിലയ്ക്ക് കൊണ്ടതാണെന്നുള്ള ഉറപ്പ് അതിനില്ല. അങ്ങനെ ഒരു മാനം അവിടെ വരുന്നില്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇജ്തിഹാദ് നിലയ്ക്ക് ഒരു ഇമാമ് കണ്ടെത്തിയ കാര്യത്തെ ഒരാൾ നിഷേധിച്ചാൽ അയാൾ ഈമാനിന് പുറത്തുപോകില്ല. മനസ്സിലായോ? ഇജ്തിഹാദ് നിലയ്ക്ക് ഒരു ഇമാമ് കണ്ടെത്തിയ വിഷയം, ഇപ്പോൾ അബൂ ഹനീഫ ഇമാമോ മാലിക് ഇമാമോ ഷാഫി ഇമാമോ റളിയല്ലാഹു തആല അൻഹു കണ്ടെത്തി, ഇജ്തിഹാദ് മൂലം കണ്ടെത്തിയതാണ്, ഇത് ഇസ്ലാമിൽപ്പെട്ടതാണ്. ഇത് ലറൂറത്ത് നിലയ്ക്കൊന്നും അറിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അങ്ങനെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് അത് അറിഞ്ഞിട്ടില്ല. മനസ്സിലായില്ല?
ആ കാര്യത്തിൽ ഒരാൾ നിഷേധിച്ചു, എന്നാൽ അയാൾ ആരാവൂല, ഈമാനിൽ നിന്ന് പുറത്തു പോകില്ല. മനസ്സിലായില്ല? ഇനി മുസ്ലിം ലോകം ഇജ്മാഅ കാര്യത്തിൽ ഒരാൾ നിഷേധിച്ചു, മുസ്ലിം ലോകം ഇജ്മാഅ കാര്യത്തിൽ ഒരാൾ നിഷേധിച്ചാൽ എന്ത് ചെയ്യും? അയാൾ മുബ്തദിയായി പോകും. മനസ്സിലായില്ല? അയാൾ മുബ്തദിയായി. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലറൂറത്ത് നൽകി കൊണ്ടുവന്ന് അവിതർക്കിതമായി ബോധ്യപ്പെടുന്ന കാര്യം. മനസ്സിലായില്ലേ? അതിന് ഇമാമിങ്ങളുടെ ഇജ്തിഹാദിലേക്ക് പോകേണ്ട ആവശ്യം നമുക്ക് ഇല്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? അയാൾ സമ്പൂർണമായി വിശ്വസിക്കും, ഒരു ശങ്കയ്ക്ക് ഇടയില്ലാതെ വിശ്വസിക്കും. അപ്പോൾ ആൾ മുഅ്മിനാവും എന്നാണ് ഈ ഭാഗത്തിൻ്റെ അഭിപ്രായം കേട്ടോ. തസ്ദീഖി ബിഅന്നല്ലാഹു തആല, ഏതുപോലെ ഇജ്തിഹാദിയായ വിഷയങ്ങൾ ഇതുപോലെ തസ്ദീഖി വാസ്തവീകരിക്കുന്ന പോലെ ബിഅന്നല്ലാഹു തആല ആലിമുൻ, അല്ലാഹു തആല അറിയുന്നവനാണ്, ബിൽ ഇൽമി ഔ ആലിമുൻ ബിദാത്തിഹി കേട്ടോ. അല്ലാഹു തആല അറിയുന്നവനാണ് ബിൽ ഇൽമി, ഇൽമു കൊണ്ട് അറിയുന്നവനാണ്, ഔ ആലിമുൻ അറിയുന്നവനാണ്, ബിദാത്തിഹി അതാണ് ദാത്ത് കൊണ്ട് അറിയുന്നവനാണ് കേട്ടോ. അവ തസ്ദീഖ് തസ്ദീഖാക്കുന്നത് പോലെ, അല്ലെങ്കിൽ തസ്ദീഖാക്കുന്നത് പോലെ ഈ കൗനിഹി നിശ്ചയമായി അല്ലാഹു തആല മർഇയൻ, അല്ലാഹു തആല കാണപ്പെടുന്നവനാണ്, അവ ഗൈറ മർഇ. ഇതൊക്കെ ഇജ്തിഹാദായ വിഷയങ്ങളാണ്. അല്ലാഹു തആല അറിവുള്ളവനാണ്. ആ അറിവ് അല്ലാഹു തആലയ്ക്ക് എങ്ങനെ കിട്ടി? ഇൽമിലൂടെ അല്ലാഹു തആലയ്ക്ക് കിട്ടി. മനസ്സിലാക്കണം, മനസ്സിലായില്ലേ? നമ്മൾ പെറ്റപ്പോൾ നമുക്കൊന്നും അറിഞ്ഞില്ലായിരുന്നു, ശരിയാണോ? പെറ്റ് വീണപ്പോൾ നമുക്കെന്താണ്, നടക്കാൻ പോലും അറിയില്ല. പിന്നെ നമുക്കെന്താണ്, ഇൽമ എന്നൊരു സാധനം വരികയാണ്, ശരിയാണോ? ആ സാധനം വരുന്നതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നടക്കാൻ പഠിക്കുന്നു, ഓടാൻ പഠിക്കുന്നു, തിന്നാൻ പഠിക്കുന്നു, കുടിക്കാൻ പഠിക്കുന്നു, അപ്പിയിടാൻ പഠിക്കുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പം അത് നമുക്ക് ഇൽമ കിട്ടിയാ പഠിച്ചത്, മനസ്സിലായോ? അപ്പം അങ്ങനെ ഇൽമ കൊണ്ട്, അപ്പം ഇതൊരു ഒരു മൈനോറിറ്റി തംസീല, നമ്മളോട് ഒരു നിലയ്ക്ക് തംസീലാക്കാൻ, അള്ളാഹുവിനെ തംസീലാക്കാൻ പറ്റൂല. നമുക്ക് കാര്യം മനസ്സിലാകണ്ടേ? അപ്പം ഇത് ഇൽമിലൂടെയാണ് അള്ളാഹു തആല എന്ത് ചെയ്തത്? ആലിമായി. മനസ്സിലായോ? മറ്റൊന്ന് പറഞ്ഞാൽ ആലിം ബിദാത്തി, അങ്ങനെ ഇൽമിലൂടെ അള്ളാഹു തആല ആലിമായി എന്ന് പറയാൻ പറ്റില്ല. അള്ളാഹ് ദാത്തം നിലയ്ക്ക് അള്ളാഹു തആല ആരാണ്? ആലിമാണ്. ദാത്തം നിലയ്ക്കാണ് അള്ളാഹു തആല ആലിം. നമ്മൾ പെറുമ്പോൾ തന്നെ നമുക്ക് കൈ കണ്ടാലൊക്കെ അല്ലേ, പിന്നെ നമ്മൾ അന്നതുപോലെ അള്ളാഹു തആല എന്നാണ് ആലിം. രണ്ട് വീക്ഷണമാണ് അത്. ഇത് ജിത്യാദിയായ ഒരു കാഴ്ചപ്പാടുകളാണ്. അതൊരാൾ അറിയണം, തസ്ദീഖ് ചെയ്യണം എന്ന് നിർബന്ധം. മനസ്സിലായില്ലേ? പിന്നെ അതുപോലെ തസ്ദീഖ് ബി കൗനി മറിയൻ, അല്ലാഹു തആല കാണപ്പെടുന്നയാളാണ്. ഇന്നക്കും തറൗന റബ്ബക്കും കമാ തറൗന ഖമറ ലൈലത്തുൽ ബദ്ർ, ആഖിറത്തിൽ കാണാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പൗർണമി രാത്രിയിലെ പൂർണ്ണചന്ദ്രനെ പോലെ കാണാൻ സാധിക്കില്ല. അപ്പോൾ അല്ലാഹു തആല മർഇയാണോ മർഇ അല്ലയോ ഒരു ചർച്ചയാണ്, മനസ്സിലല്ലേ? കാണപ്പെടാൻ പറ്റുന്ന വസ്തു, കാണപ്പെടാൻ പറ്റാത്ത വസ്തു, മനസ്സിലായില്ലേ? അപ്പോൾ ആ ചർച്ചയെ കുറിച്ചുള്ള വിവരങ്ങളും വാസ്തവീകരിക്കലും ആർക്ക് വേണം? ഒരാൾക്ക് വേണം. എങ്കിലേ അയാൾ എന്താവുള്ളൂ, മുഅ്മിനാവുള്ളൂ, ഈമാനുള്ള ആളാവുള്ളൂ എന്നുമില്ല. മനസ്സിലായില്ലേ? ഇത്തരത്തിലുള്ള ഇജ്തിഹാദിയ വിഷയങ്ങളെ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്? ലറൂറത്ത് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊണ്ടുവന്നതെന്ന് അറിയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? ഖൽബ് കൊണ്ട് ഉറച്ച വിശ്വാസം ഉണ്ടായാലും ഈമാനുള്ള ആളാവും കേട്ടോ.